ബാങ്കിൽ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് കൂടി അത് പെട്ടെന്ന് അടച്ചു തീർന്നു. അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ല, ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സിലൂത്തയും ഒപ്പം തന്നെ സിലൂത്തയുടെ ഡിവോഴ്സായ ഭർത്താവായ ഗഫൂർക്കയുടെയും വിശേഷങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇന്നലെ നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ നിരവധി ആളുകൾ ആ വീഡിയോ കണ്ട് നിരവധി കമന്റുകളും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വിഭിന്ന അഭിപ്രായങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിവേ ഈ ഒരു വിഷയത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് കാര്യം എന്തൊക്കെ പറഞ്ഞാലും എത്തിയിരിക്കുന്നു. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം മാറിയിരിക്കുന്നു. തെറ്റിദ്ധാരണകളെല്ലാം വിരാമം വിട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ ഇതൊരു ലാസ്റ്റ് വീഡിയോ തന്നെ ആയിരിക്കാം. ഇതോടുകൂടി ഈ ഒരു വിഷയത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള ക്ലാരിറ്റി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കിട്ടും. ചില ആളുകൾ ചില കള്ളഹിമാറുകൾ ചോദിക്കുന്നുണ്ട്, ഓല കാര്യം നിങ്ങൾ എന്താണ് പറയുന്നത്, ഓല വീഡിയോയിലൂടെ നമ്മൾ കാണുന്നില്ല എന്നൊക്കെ ഓല ചില ആരാധകർ, അതായത് ഗഫൂർക്കയുടെ അടക്കമുള്ള ആരാധകർ ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ചില അപരാധങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല പ്രവൃത്തി ആയിക്കോട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും പറയാൻ ആളുകളില്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അവരുടെ ഒരു എന്താ പറയുക ഈ ഒരു ആശ്വാസം കണ്ടെത്തുക? എല്ലാവർക്കും വന്നിരുന്ന് വീഡിയോ ചെയ്ത് പറയാൻ പറ്റുമോ? പിന്നെ സാമ്പത്തികം ഉണ്ടാക്കുന്നത് ഒരു വേറെ സബ്ജക്റ്റ്, അതിനുവേണ്ടി തന്നെ ആയിരിക്കും എല്ലാവരും വീഡിയോ ഇടുന്നത്. എന്നാലും ഇത്തരം കാര്യങ്ങൾ ഒരാൾ പറയുന്നത് കാണുമ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ മറ്റെല്ലാവർക്കും ഇതൊരു പാഠം തന്നെയാണ് ഇവരുടെ ഒരു വിഷയം. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒന്ന് മടി കാണിക്കുന്നത് കള്ളഹിമാറുകളെ? പുതിയ ആൾക്കാർ വരുന്ന കള്ള പഹയന്മാർ വിചാരിക്കുന്ന എന്റെ സബ്സ്ക്രൈബ് കൊണ്ട് ആ കള്ളഹിമാർ സൂചിക്കേണ്ട എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന പഹയന്മാർ, എന്റെയൊക്കെ ഒരു മനസ്സ് വല്ലാത്ത ജാതി പഹയന്മാർ തന്നെ ഈയൊക്കെ. അതായത് ഈ ഒരു ഫാമിലി വിഷയത്തിൽ ഏറ്റവും വലിയ ചോദ്യം ഉണ്ടായിരുന്നത്, അതായത് എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു. അതിൽ വലിയൊരു വിഭാഗം, ഇന്നലത്തെ വീഡിയോസിലടക്കം വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇവരുടെ ഡ്രാമയാണ്. ഇത് ഇവരുടെ ഒരു ഡ്രാമ എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ ഒരു കമന്റ്, അയ്യോ ഇതെന്റെ കൂട്ടുകാരിയാണ്, അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, റീച്ച് നേടുവാനാണ് എന്നാണ് ഞാൻ അറിഞ്ഞതെന്നാണ് കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു കമന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടാളുടെയും ഒത്തുകളിയാണ്, ലാസ്റ്റ് ആൾക്കൊരു ചാനൽ റീച്ച് ആയാൽ അവരൊന്നിക്കും, എന്നിട്ട് പറയും എല്ലാവരും കമന്റ് ഇട്ട് നിങ്ങൾ ഒന്നിക്കണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു എന്ന് പറയും. അവർ ഒന്നിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചാനൽ റീച്ച് ആയാലും ഇല്ലെങ്കിലും അവർ ഒന്നിക്കട്ടെ. എന്നാൽ ചാനൽ റീച്ചാക്കാൻ വേണ്ടിയാണ് ഈ അപരാധം കാണിച്ചതെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി പ്രേക്ഷകർ തന്നെയാണ് കൊടുക്കേണ്ടത്. പ്രേക്ഷകർക്ക് കൊടുക്കാനും സാധിക്കും. എന്നാൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ ഗഫൂർക്ക പറഞ്ഞത് വീട് വിറ്റിട്ട്, അദ്ദേഹം വീടൊക്കെ വിറ്റിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രവാസിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ ഊഞ്ഞാലുകളെല്ലാം 40 ഊഞ്ഞാലുകൾ ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് അദ്ദേഹം കൊടുത്തൊഴിവാക്കുന്നു. അതിനുശേഷം വീട് വിറ്റിട്ട് 5 കുട്ടികളെയും കളഞ്ഞിട്ട് അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നു. അതായത് ഇദ്ദേഹം ഇത് ആദ്യമല്ല ഈ പറഞ്ഞ കടമുണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ്, ഗഫൂർ കാരണം ഓൾ ആദ്യമല്ല കൊടുക്കുന്നത്, ഓൻ ഉണ്ടാക്കി വെച്ച 41 ലക്ഷം ഓൾ അടച്ചു തീർത്തു, വീണ്ടും അതിന്റെ ഇരട്ടി കടമാക്കി, അതുകൂടി ഓളുടെ തലയിൽ വെച്ചു. ഗഫൂറിന്റെ കുടുംബം ഗഫൂറിന്റെ കൂടെയാണ്. ഓൾ ഇനി അവിടെ നിന്നാൽ 5 കുട്ടികളെയും കൊണ്ട് കടം കയറി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. നല്ല തീരുമാനമാണ് എടുത്തത്. ഗഫൂർ എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഗൾഫിക്ക് പോകട്ടെ എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഈ കമന്റ് അടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയം സിലു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ഗഫൂർക്ക് എന്ന് പറയുന്ന ഇദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തതാണ്. അത് നമുക്കൊന്ന് കാണാം. പൊതുവെ കേൾക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് എന്നുള്ളതാണ്. ഞാൻ സപ്പോർട്ട് ഉണ്ടോ സാർ? ഒന്ന് പറയാം. കൈ മാറ്റിയേക്കുന്നില്ല. സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബാങ്കിൽ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് കൂടി അത് പെട്ടെന്ന് അടച്ചു തീർന്നു. അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് അത്രയും പ്രയാസം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ആളെ ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഞാൻ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റി. അതായത് ഗഫൂർക്ക എന്ന് പറയുന്ന ഇദ്ദേഹം ബിസിനസ് ചെയ്ത് 40 ലക്ഷത്തിലധികം രൂപ കടം ഉണ്ടാക്കി വെച്ചു. 41-42 ലക്ഷം രൂപ കടം ഉണ്ടാക്കി വെച്ചു. ആ ഒരു വലിയ എമൗണ്ട് വീട്ടാൻ വേണ്ടി സഹായിച്ചത് ഈ സിലു എന്ന് പറയുന്ന ഈ പെൺകുട്ടി തന്നെയാണ്. ഈ പെൺകുട്ടിക്ക് ഏറ്റവും അധികം ഇൻകം കിട്ടിയിരുന്ന യൂട്യൂബിൽ നിന്ന് മാത്രമല്ല പെയ്ഡ് പ്രൊമോഷനിലൂടെ ഒരുപക്ഷെ ഇതിനോടകം തന്നെ കോടികൾ ഈ പെൺകുട്ടി സമ്പാദിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ 40 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു കടം വീട്ടിൽ കൊടുക്കുക.
അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവിടെ ലഞ്ച് ബോക്സ് പരിപാടി, ചാരിറ്റി പരിപാടി, ഇതൊക്കെ ആരെയും അതിശയിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതിനുശേഷം വീണ്ടും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ ഒരു 40 ലക്ഷത്തിന്റെ കാര്യം പറയുന്നത് ചുരുങ്ങിയ കാലേ ആയിട്ടുള്ളൂ. ഈ ഒരു 3-4 വർഷത്തിനിടയ്ക്കാണ് 40 ലക്ഷത്തിന്റെ കടം വീടുന്നത്. അതിനുശേഷം വീണ്ടും ഇവർ കടക്കാരാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, വീട് വിറ്റാൽ പോലും ഏതാണ്ട് 1 കോടിയിലധികം അസറ്റുള്ള ഒരു വീടും സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു വീട് വിറ്റാൽ പോലും കിട്ടാത്ത തരത്തിലുള്ള കടം. അതുകൊണ്ടാണല്ലോ വീട് വിൽക്കുന്നത്, അല്ലെ വീട് വിറ്റിട്ട് പോകേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ വീണ്ടും കടം ഉണ്ടായിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഗഫൂർക്ക എന്ന് പറയുന്ന വ്യക്തി നിരവധി ബിസിനസ് ചെയ്ത് പ്രവാസിയായിരുന്നു. ഇദ്ദേഹം ബിസിനസ്സിൽ ക്ലച്ച് പിടിക്കുന്നില്ല. ബിസിനസ്സിന് ഇദ്ദേഹത്തിന് പറ്റിയ പണിയല്ല. അവിടെ തന്നെയാണ് ഏറ്റവും വലിയൊരു അബദ്ധം ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഇത് പലർക്കും ഒരു പാഠമാണ്. ഇദ്ദേഹം ഒരു പാവമാണ്, സാധു മനുഷ്യനാണെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബിസിനസ്സിന് ഇങ്ങനെ കൊള്ളത്തില്ല. തങ്ങളെ കൊണ്ട് ബിസിനസ്സിന് കൊള്ളത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബിസിനസ്സിന്, നമ്മളിപ്പോൾ ഒരു പാട്ടുകാരനാവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പാടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അഭിനയം, അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലുള്ള പരിപാടികളിലൊക്കെ നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. വലിയ രീതിയിൽ നമ്മൾ ആ ഒരു പരിശ്രമത്തിന് പൈസ മുടക്കുന്നില്ല എങ്കിൽ. എന്നാൽ ബിസിനസ് അതല്ല. ബിസിനസ്സിൽ നമ്മൾ ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടേയിരിക്കുന്നു, നഷ്ടം വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ നഷ്ടം ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒക്കെ നിർത്തി തരുന്നു. വീണ്ടും നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അത് പൊളിയുന്നു. അതിന്റെ അർത്ഥം അതായത് 2, 3, 4 തവണ ബിസിനസ് ഇട്ടതിന് ശേഷം പൊളിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ബിസിനസ് നമ്മളെ കൊള്ളത്തില്ല, നമുക്കത് പറ്റിയ പണിയല്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികൾ ചെയ്ത് നമുക്ക് ജീവിക്കാം. ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്, ഇതെന്തോ ആയിക്കോട്ടെ, ഈ ഒരു ബിസിനസ്സിന് നമ്മളെ കൊള്ളത്തില്ലെന്ന് വ്യക്തമാണ്. എന്നാൽ ഇദ്ദേഹം വീണ്ടും ബിസിനസ് തുടർന്ന് വീണ്ടും കടമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന ലക്ഷറി ജീവിതം, നമ്മുടെ വീട്ടിലെ വരവറിയാതെ എന്താ പറയുക, ഈ പറഞ്ഞ ജീവിതം നയിക്കുന്നു. ലഞ്ച് ബോക്സിലൊക്കെ ഒരാളും കണ്ടില്ലാത്ത രീതിയിലുള്ള ഫുഡാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചാരിറ്റി നടത്തുന്നു. നമ്മൾ തന്നെ കടത്തി നിൽക്കുമ്പോൾ നമ്മൾ ചാരിറ്റി നടത്താൻ പറ്റും? എന്തൊരവസ്ഥയാണ് ഇവരുടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി വലിയ തിരിച്ചടിയാണ്. എപ്പോഴും വീടുകളിൽ, പണ്ടായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ, 80s സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ ഫിനാൻസ് കൺട്രോളിങ്ങിൽ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ തൽപരരാണ്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊന്നും അതിലൊന്നും വലിയ താല്പര്യമില്ല. ലാവിഷായിട്ട് ജീവിതം ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് ലാവിഷായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ജീവിതത്തിലൂടെ ജീവിതം നടുക്കടലിലായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ബിസിനസ് പരാജയമാണെന്ന് കാണിക്കാനുള്ള ഒരു തെളിവൂടെ ഞാൻ തരാം. എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി, പിന്നെ നോക്കാനുള്ള സൗകര്യമൊക്കെ കൊണ്ടാണ്, സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായി. അതായത് ഈ പറയുന്ന ഈ ഊഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഊഞ്ഞാലിന് 12,000 ഒക്കെയാണ്. ഈ ഊഞ്ഞാൽ അതാ ഞാൻ ഇന്നലെ കാണിച്ചു. ഈ ഊഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഇതാണ് ഊഞ്ഞാല്. ഈ ഊഞ്ഞാലിന് ഭയങ്കര വിലയായിരുന്നു, ഊഞ്ഞാല് സ്റ്റാൻഡ് അടക്കം. ഈ ഊഞ്ഞാല് ഇദ്ദേഹം ഇപ്പൊ കൊടുക്കുന്നത് 2,400 രൂപയ്ക്കാണ്. ഇതിപ്പം ഫ്ലിപ്കാർട്ടിൽ എടുത്ത് നോക്കിയാലും 3,000-3,600 രൂപയാണ് അതിന്റെ വില. ഇദ്ദേഹം ഏതാണ്ട് 1000 രൂപയോളം താത്തി കൊടുക്കുവാണ്. ഇദ്ദേഹത്തിന് കിട്ടിയത് മിക്കവാറും 3,000 രൂപയ്ക്കായിരിക്കും. 600 രൂപയായിരിക്കും ഒരു പീസിന് ലാഭം കിട്ടുക, അല്ലെങ്കിൽ 800 കൂട്ടും. അപ്പം ബലത്തിൽ ഇദ്ദേഹത്തിന് ലാഭം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് ഏതാണ്ട് 400-500 രൂപയോളം പോവുകയാണ്. 40 എണ്ണം അങ്ങനെ പോകുമ്പോൾ 4-5-20. ഇതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്. ഈ രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കടം വരായിരിക്കും. ഇതുപോലെ ആയിരിക്കാം ഇത് ഇദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയാൽ, ഈ കടം പെരുകിയപ്പോഴത്തേന് വീണ്ടും ഇത് സുലുവിന്റെ തലയിൽ കൊണ്ട് വെക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരടക്കം അത് ഈ സിലു അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇനിയും ആ രീതിയിലൊരു ഭീമമായ തുക അടച്ച് മുന്നോട്ട് പോകാൻ, സിലുവിന് കിട്ടുന്ന വരുമാനം എടുത്ത് അടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ 5 മക്കളുടെ അവസ്ഥ എന്താണ്? ഈ 5 കുട്ടികൾ ഉണ്ട്. ആ 5 കുട്ടികളെ പഠിപ്പിക്കണം, വലുതാക്കണം. അപ്പൊ ആ 5 കുട്ടികളെ കുറിച്ച് ചിന്തിക്കാതെ നിരന്തരം ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാര്യം ശരിയാണ്, ഇദ്ദേഹം പാവമാണ്, സാധുവാണ്, നല്ല വ്യക്തിയാണ്, സാധുവാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ താൻ ചെയ്യുന്ന തെറ്റിന്റെ തിരിച്ചറിവ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടായില്ല. എനിവേ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചിന്താഗതി മാറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും ഇവർ തങ്ങളിൽ വീണ്ടും ഒത്തുപോവാം. അല്ലാതെ ഇവര് റീച്ചിന് വേണ്ടി ഈ ഒരു വിഷയം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല. സിലുവിന്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഞാൻ നോക്കുമ്പോൾ യാതൊരു തെറ്റും കാണുന്നില്ല. സിലുവിന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്താ പറയുക വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇച്ചിരി ഉടായ്പും പരിപാടികളൊക്കെ ഇവർ കൊണ്ടുവന്ന് ചിലർ അവകാശപ്പെടുന്ന ചില ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഫാമിലി വ്ളോഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിനു മുമ്പ് പ്രവീൺ പ്രണവ് അവരുടെ ചാനൽ 2ആക്കാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളെ കാണിച്ച് കരച്ചിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ ഒന്നിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഫാമിലി വ്ളോഗുകാരുടെ യഥാർത്ഥ എന്താ പറയുക മനസ്ഥിതി എന്താണെന്ന് ഒരു ആൾക്കും മനസ്സിലാക്കത്തില്ല. അത്രയും അധികം
എന്താ പറയുക, കള്ളത്തരങ്ങൾ കാണിക്കുന്ന ടീമുകളാണ് ഫാമിലി വ്ലോഗ്. ഒപ്പം തന്നെ സിലുവിന് മാരേജിന് ശേഷം വീട്ടിലുണ്ടായ അവസ്ഥയെപ്പറ്റി സിലു വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് സിലുവിന് ആ ഒരു കുടുംബത്തിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പലപ്പോഴായി അവർ ഇത് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ, അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത്. കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ ഇൻറ്റിമേറ്റ് ആയി, നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും. വിവാഹം കഴിഞ്ഞ് 17 വയസ്സെന്ന ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തില് നമ്മള് വേറൊരു വീട്ടില്, അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളമാര്, ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ്. ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങ, നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടും, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാൽ കുറെ ടൂറൊക്കെ പോവാം. ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാതനകൾ സഹിച്ചാണ് ഈ പെൺകുട്ടി ഇവരുടെ കുടുംബത്തെ, അതായത് ഈ ഗഫൂർക്കയുടെ കുടുംബത്തിൽ നിന്നത്. അതിനുശേഷം ഈ രീതിയിൽ എന്താ പറയാ, ജീവിതം മറ്റൊരു ലെവലിലേക്ക് പറിച്ചു നടന്നു, വലിയ രീതിയിൽ ആർഭാടമായി ജീവിക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ദുരന്തം അവരുടെ ഒരു ഫാമിലി ലൈഫിനെ വേട്ടയാടുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പറയാനുള്ളതും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേന്, ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റേ വീട് വെക്കുന്ന കാര്യം, ഞാൻ 22ാമത്തെ വയസ്സിലാണ് വീട് വെക്കുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട് വെച്ച ഈ ഏരിയയിലെ ഏക വ്യക്തി ഞാനാണ്, ഞങ്ങളുടെ ഈ ഏരിയയിൽ. അപ്പോൾ ഏതാണ്ട് 28 ലക്ഷം രൂപയോളം അന്ന് ചിലവായി 4 ലക്ഷം രൂപയാണ് ലോൺ എടുക്കേണ്ടി വന്നത്. ബാക്കി പൈസ കയ്യിൽ ഞാൻ സമ്പാദിച്ചു ആ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക്. അങ്ങനെ വീട് വെക്കുന്നു. നേരെ മറിച്ച് അന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഈ വീടല്ല, ഇത് കൊച്ചു വീടാണ്, ഈ വീടല്ല, എനിക്ക് കുറച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വീട് വേണമെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ആഡംബരമായിട്ട് ഒരു 60 ലക്ഷം 70 ലക്ഷം രൂപ വരുന്ന വീട് ഞാൻ അന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ കടം കാരണം ഇത് വിറ്റ് പോകേണ്ടിയും വന്നേനെ. അപ്പൊ ഇതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം. വീട് വേണം ശരി തന്നെ, പക്ഷെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന മാത്രമേ നമ്മൾ കൊത്താവൂ. അത് ജീവിത ശൈലിയിലാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കുക. കടം മേടിച്ച് അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് ഇങ്ങനെ ലക്ഷറി കാണിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എത്ര ആൾക്കാരാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഈ എക്സാമ്പിൾ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാർ നമുക്കറിയാം. ബിഗ് ബോസിന്റെ ഒക്കെ നമ്മളെല്ലാവരും കാണുന്നതാ. ഓരോ ആൾക്കാർ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. അതായത് അവരെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ആഡംബരങ്ങൾ കാണിച്ച് അവസാനം ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഒന്നും അവസാനം പ്രോഫിറ്റ് ഇല്ലാതെ വരുമ്പോഴത്തേന് തേഞ്ഞൊട്ടി വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെയാണ് ഈ ഫാമിലി വ്ളോഗുകാരുടെയും ഈ പറഞ്ഞ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ബ്ലസ്ലി എന്ന് പറയുന്ന ഒരു പയ്യനെ പിടിച്ചില്ലേ, എന്താണ് അവന്റെ അവസ്ഥ? അവൻ ഈ കള്ളപ്പണത്തിന് പിടിക്കാൻ കാരണം അവന് ഈ ലക്ഷറി ലൈഫ് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ആഡംബരത്തോടെ ജീവിക്കണമെങ്കിൽ എവിടുന്നെങ്കിലും പൈസ വേണം. ആ ഒരു വരുമാനം വരുന്നില്ല അവന്റെ ഈ വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഈ സെലിബ്രിറ്റികളായി പോകുന്ന ഈ സീരിയലിന് സിനിമയിലൊക്കെ പോകുന്ന പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് ശരീരം വയ്ക്കാൻ തയ്യാറാവുന്നത്? അവർക്ക് ആ ഒരു ലക്ഷറി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പൈസ വേണം. പൈസയ്ക്ക് അവർ ഒന്നും ചെയ്യുന്നില്ല, പരിപാടികളൊന്നും ഇല്ല, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ശരീരം വെക്കാൻ തയ്യാറാവുന്നു. ആ ശരീരം വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ലക്ഷറി ലൈഫ് നയിക്കുന്നു. ഫാമിലി വ്ളോഗിന്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും ഇതേപോലെ ഫാമിലി വ്ളോഗിൽ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടുന്ന് കടം പേടിച്ച് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഈ പറഞ്ഞ കണക്ക്, അതായത് യൂട്യൂബിൽ നിന്നും നമ്മുടെ ഇതിൽ നിന്നൊക്കെ ഓരോ പേജുകളിൽ നിന്നും ഈ പെയ്ഡ് പ്രൊമോഷനിലേക്ക് കിട്ടുന്ന പൈസയിലുപരിയായിട്ടുള്ള ലക്ഷറി ജീവിതം നയിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം, തിരിച്ചടി. അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എനിവേ, ഇദ്ദേഹം ചെയ്ത തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ സിലു ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന് ഇവര് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. അല്ലാത്ത പക്ഷം എനിക്ക് നിലവിൽ തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശൈലിയിലാണ് ജീവിത രീതിയെങ്കിൽ സിലുവും മക്കളും ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന് ജീവിച്ചാൽ പോലും ആ മക്കളുടെ കാര്യം അധോഗതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം പാവം മനുഷ്യനാണ്, സാധുവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, GK ഗഫൂർ ടോക്സ്. ആ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ബൈ.